ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ എർത്തിങ് കൊടുക്കാമെന്നുള്ളതിൻ്റെയാണ്. ഇതിപ്പോൾ ഞാൻ അടിക്കാനുള്ളൊരു സിറ്റുവേഷൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ആക്ച്വലി നമ്മൾ എർത്തിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നോർമലി DB ബോക്സ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്കാണ് നമ്മൾ അടിക്കുന്നത്. പക്ഷേ ഞാനിത് എന്താ ചെയ്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ഒരു വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറ് പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, വയറ് മറ്റേ ന്യൂട്രൽ ഫേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 3 പിൻ ടോപ്പ് വയ്ക്കുമ്പോൾ 3 പിൻ പ്ലഗും 16 ആംസ് 20 ആംസ് ഒക്കെ വയ്ക്കുമ്പോഴത്തേക്കും നമുക്കതിന് പ്രോപ്പറായിട്ടുള്ള എർത്തിങ് വേണം. അല്ലാതെയും വയ്ക്കുന്നുണ്ട്, പക്ഷേ അത് കറക്റ്റ് മെത്തേഡല്ല. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എർത്തിങ് രണ്ട് ഓപ്ഷനാണുള്ള. ഐദർ നമ്മുടെ അവിടേക്ക് നമ്മളൊരു സെപ്പറേറ്റ് എർത്തിങ് കൊടുക്കണം, അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് DB ബോക്സ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നിന്ന് ഒരു എർത്തിൻ്റെ ലൈൻ വലിച്ച് ആ പെർട്ടിക്കുലർ നമ്മുടെ സോക്കറ്റ് വരെ കൊണ്ടുവരണം. അപ്പോൾ ഇതിപ്പോൾ ഈ സോക്കറ്റ് നമ്മുടെ വീടിൻ്റെ ഔട്ട്സൈഡ് ആയത് കാരണം കുറച്ചും കൂടി എളുപ്പം നമുക്ക് എർത്ത് അടിക്കുമായിരിക്കും. അവിടെ നിന്ന് വയറ് വലിച്ച് പിന്നെയും പൈപ്പ് ഇട്ട് ഡ്രില്ല് ചെയ്ത് കൊണ്ടുവരുന്നേക്കാൾ എളുപ്പം സൈഡിൽ ഒരു ചെറിയ എർത്ത് കൊടുക്കുമായിരിക്കും. ഓക്കെ, നമ്മുടെ നോർമലായിട്ട് നമ്മൾ എർത്തിങ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണ്ട ഐറ്റംസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേണ്ട മെയിനായിട്ടുള്ളൊരു ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എർത്ത് റോഡാണ്. ഓക്കെ, ഇതാണിപ്പോൾ നമ്മുടെ എർത്ത് റോഡ് വരുന്നത്. ഇത് കോപ്പറിൻ്റെ ആണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, കോപ്പറിൻ്റെ റോഡാണ് വരുന്നത്. പല ടൈപ്പ് വരുന്നുണ്ട് മറ്റേ എർത്ത് റോഡ് GI പൈപ്പിൻ്റെ വരുന്നുണ്ട്. സാധാരണ ഇലക്ട്രിക്കൽ ഷോപ്സിലൊക്കെ കിട്ടും. GI പൈപ്പ് വരുന്നുണ്ട്. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ റോഡ്സ് ആണ്. ഇതാണ് GI റോഡ്സ്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഈ പൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. നമ്മളപ്പോൾ കോപ്പറിൻ്റെ റോഡാണ് സെലക്ട് ചെയ്തേക്കുന്നത്. കാരണം കോപ്പറിൻ്റെ റോഡ് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും. ഇതിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ കോട്ടിംഗ് ആണ്. ഇതിപ്പോൾ 50 മൈക്രോണിൻ്റെ കോട്ടിംഗ് ആണ് വരുന്നത് ഇതിനകത്ത്. ഓക്കെ, അങ്ങനത്തെ ഒരു കോപ്പർ മറ്റേ എർത്ത് റോഡാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. നോർമലി നിങ്ങൾ DB ബോക്സിലേക്കൊക്കെ അടിക്കുവാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 മൈക്രോണിൻ്റെ കോപ്പർ കോട്ടിംഗ് ഉള്ള റോഡ് മേടിക്കുക. അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതേപോലെ തന്നെ ഇതിപ്പോൾ ചെറിയ ഒരു സോക്കറ്റിന് വേണ്ടിയിട്ടായത് കാരണം ഞാൻ ഒരു 2 ഫീറ്റിൻ്റെ കോപ്പർ റോഡേ മേടിച്ചിട്ടുള്ളൂ. ശരിക്കും നമ്മൾ മേടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 to 4 ഫീറ്റ് ആയിരിക്കും നമുക്ക് DB ബോക്സിലേക്കൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ റെക്കമെൻഡഡ്. അതേപോലെ നോർമൽ GI പൈപ്പിങ്ങിനേക്കാളും എന്തുകൊണ്ടും കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും ഇത് മേടിക്കുകയായിരിക്കും റെക്കമെൻഡഡ്. അതായത് കോപ്പർ കോട്ട് ചെയ്തേക്കുന്ന എർത്ത് റോഡ്. ഓക്കെ, മറ്റേത് ജസ്റ്റ് ഒരു GI പൈപ്പ് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ കോപ്പർ കോട്ട് ചെയ്തേക്കുന്ന 2 ഫീറ്റിൻ്റെ റോഡാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 260 ആണ്. അപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ഏകദേശം ഒരു 175 180 എന്നുള്ളൊരു റേഞ്ചിലാണ് എനിക്ക് മേടിക്കാൻ കിട്ടിയേക്കുന്നത്. ഓക്കെ, ISO സർട്ടിഫിക്കേഷനൊക്കെ ഉള്ള റോഡാണിത്. ഇതിൻ്റെ കോപ്പറിൻ്റെ കോട്ടിംഗ് തിക്നെസ് 50 മൈക്രോൺ ആണ്. 100 മൈക്രോണിലുള്ള മേടിക്കുകയായിരിക്കും റെക്കമെൻഡഡ്. ഓക്കെ, ഇതിപ്പോൾ 2 ഫീറ്റേ ഉള്ളൂ. ഓക്കെ, 3 ഫീറ്റും 4 ഫീറ്റും മേടിച്ചിട്ട് നിങ്ങൾ വീടിൻ്റെ DB ബോക്സിനൊക്കെ അടിക്കുകയാണെങ്കിൽ അത്രയും ഡെപ്ത് ഉള്ളത് അടിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു അതിൻ്റെ സോയിലിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റും അങ്ങനത്തെ കുറേ കാറ്റഗറീസ് ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് നമ്മൾ നോക്കിയിട്ട് വേണം നമുക്ക് എപ്പോഴും നമുക്ക് എർത്തിങ് പ്രോപ്പറായിട്ടുള്ള ഐറ്റംസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എർത്ത് റോഡ് വരുന്നത്. ഇതിപ്പോൾ കോപ്പർ പ്ലേറ്റഡ് റോഡാണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു 50 മൈക്രോണിൻ്റെ തിക്നെസ്സേ ഉള്ളൂ എൻ്റെ കോപ്പർ കോട്ടിങ്. 100 മൈക്രോൺ ആണ് പെർഫെക്റ്റ്. ഓക്കെ, ഇനി അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. ഇതിപ്പോൾ കോപ്പറിൻ്റെ വയറാണ്. ഓക്കെ, പ്യുവർ കോപ്പർ വയറാണ്. ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഗേജ് ഉണ്ട്. ഓക്കെ, ഗേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോപ്പറിൻ്റെ തിക്നെസ്സാണ് വരുന്നത്. ഓക്കെ, ഇതിപ്പോൾ 12 എന്ന് പറഞ്ഞ ഗേജിൻ്റെ കോപ്പർ വയറാണ്. ഇതിപ്പോൾ 2 മീറ്റർ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് നമ്മുടെ നോർമൽ വയർ വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 മീറ്റർ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ഇനി നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമ്മൾ എർത്ത് അടിക്കുമ്പോഴത്തേക്കും ഓക്കെ 10 ഗേജ് എങ്കിലും നമ്മൾ മേടിക്കുന്നതായിരിക്കും റെക്കമെൻഡഡ്. ഓക്കെ, ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗേജിൻ്റെ നമ്പേഴ്സ് കുറയും തോറും നമ്മുടെ ഈ കോപ്പറിൻ്റെ തിക്നെസ് ഹൈ ആവും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് ഇതിപ്പോൾ 12 ഗേജിൻ്റെ കോപ്പറാണ് മേടിച്ചേക്കുന്നത്. ഇനി 14 ഗേജിൻ്റെ കോപ്പർ മേടിക്കുകയാണെങ്കിൽ ഇതിലും തിക്നെസ് കുറവായിരിക്കും കോപ്പറിന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ അടിക്കുവാണെങ്കിൽ ഇപ്പോൾ 12 ഗേജിനേക്കാളും കുറച്ചും കൂടി കുറഞ്ഞത്, അതായത് 10 ആകുമ്പോഴത്തേക്കും നമ്മുടെ കോപ്പറിൻ്റെ തിക്നെസ് കുറച്ചും കൂടി കൂടും, കുറച്ചും കൂടി കണ്ടക്ടിവിറ്റി കൂടും. അങ്ങനത്തെ 10 ഗേജെങ്കിലും മിനിമം മേടിക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, വീട്ടിലേക്കൊക്കെ അടിക്കുമ്പോഴത്തേക്കും. ഇതിപ്പോൾ നമ്മുടെ ഒരു 12 ഗേജിൻ്റെ കോപ്പർ വയറാണ് നമ്മൾ മേടിച്ചേക്കുന്നത്.
ഇതിനെങ്ങനെ റേറ്റ് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കിലോഗ്രാം കണക്കാണ് വരുന്നത്. നമ്മൾ ഇത് ജസ്റ്റ് വേ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു കിലോഗ്രാമിന് ഏകദേശം ഒരു 1100 to 1200 പെർ കിലോഗ്രാം ഉണ്ട്. അപ്പം നമുക്ക് എത്ര മീറ്റർ വേണമെന്ന് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അവർ വേ ചെയ്തിട്ടാണ് അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെയ്റ്റിൻ്റെ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ സേഫ് എർത്തിങ്ങിൻ്റെ കോമ്പൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പൗഡറാണ്. ഇതിപ്പോൾ സേഫ് എർത്തിങ്ങിൻ്റെ പൗഡറാണ്. തൃശ്ശൂർ കേരളയാണ് മാനുഫാക്ചർ. ഇപ്പോൾ ഞാനൊരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൻ്റെ കൂടിയതുകൊണ്ട് ഞാനപ്പോൾ ഈ ഒരു ഇതേ മേടിച്ചുള്ളൂ. കാരണം ഇതിൻ്റെ പാക്കറ്റ് മാത്രമേ എനിക്ക് 5 kg കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒരു 8 kg ആൻഡ് എബോ ആണ് കാണിക്കുന്നത് അതിൻ്റെ മിനിമം. അപ്പോൾ ഇതൊരു 5 kg പാക്കാണ്. ഓക്കെ, 5 kg പാക്കിൽ നമ്മുടെ എർത്തിങ് കോമ്പൗണ്ടാണ്. ഓക്കെ, ഇത് എന്തിനാണ് എൻ്റെ റിക്വയർമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എർത്ത് പൈപ്പ് അടിച്ചിറക്കുമ്പോഴത്തേക്കും, അതായത് ഈ കോപ്പർ പൈപ്പ് അടിച്ചിറക്കുമ്പോഴത്തേക്കും നമുക്ക് സൈഡിൽ നമ്മുടെ മോയ്സ്ചർ അബ്സോർബ് ചെയ്തിട്ട് എപ്പോഴും ഈ എർത്തിൻ്റെ റോഡൊക്കെ നമുക്ക് ഒരു മോയ്സ്ചർ കണ്ടൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ എർത്തായിട്ട് നമുക്ക് വർക്ക് ചെയ്യുള്ളൂ. നമ്മുടെ കറണ്ട് ഫ്ലോ ഒക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫോൾട്ട് കറണ്ടൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പാസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം അതിന് വേണ്ടി നമ്മൾ നേരത്തെയൊക്കെ ഇട്ട് കൊടുത്തിരുന്ന ഐറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർക്കോളും നമ്മുടെ സോൾട്ടും ഒക്കെയാണ്. ഒരു ലെയർ ചാർക്കോള്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സോൾട്ട്, പിന്നെ സോൾട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എർത്തിങ് കോമ്പൗണ്ട് കിട്ടും. നമ്മുടെ ഇലക്ട്രിക്കൽ ഷോപ്സിലൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. ഇതാണ് വൺ ഓഫ് ദ കോമ്പൗണ്ടാണ് ഇത്. കുറച്ചും കൂടി കൂടിയ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ DB ബോക്സിനൊക്കെ അടിക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ല കോമ്പൗണ്ട് മേടിക്കുക. അതേപോലെ 8 kg ഒക്കെ മിനിമം വേണ്ടി വരും. കാരണം നിങ്ങൾക്ക് 3 feet 4 feet ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പൈപ്പ് നിങ്ങൾ ഇടുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സോക്കറ്റിന് വേണ്ടിയുള്ള ഒരു എർത്തിങ് ആയതുകൊണ്ടാണ് ഞാൻ അധികം ജസ്റ്റ് 2 feet എടുത്തേക്കുന്നത്. അതേപോലെ ഇങ്ങനത്തെ ഒരു 2 kg അല്ല 5 kg പാക്കാണ് ഏറ്റവും ബേസുള്ള എർത്തിങ് കോമ്പൗണ്ട് ഇതെടുത്തേക്കുന്നത്. അപ്പോൾ ഈ 3 ഐറ്റമാണ്. അതായത് നമ്മൾ കണ്ടു, നമുക്ക് എർത്തിങ് റോഡ് വേണം. കോപ്പർ കോട്ടഡ് റോഡാണ് നല്ലത്. കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇനി നിങ്ങൾക്ക് സാധാരണ GI പൈപ്പിൻ്റെ റോഡ് മതിയെങ്കിൽ ഇതിൻ്റെ ഏകദേശം ഒരു 50% ഡൗണിൽ കിട്ടും. നമുക്കൊരു 100 rupees 120 rupeesനൊക്കെ നിങ്ങൾക്ക് നല്ല അത്യാവശ്യം റോഡ് കിട്ടും. അല്ലെങ്കിൽ ഒരു 80-85 ഒക്കെ അങ്ങനത്തെ റോഡ്സ് ഉണ്ട്. GI പൈപ്പിൻ്റെ റോഡുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ കോപ്പർ കോട്ടഡ് റോഡ് മേടിക്കാൻ ശ്രദ്ധിക്കുക. ഇതായിരിക്കും കുറച്ചും കൂടി നല്ലത്. മറ്റേതിന് തിക്നെസ്സും ഉണ്ട്. നിങ്ങൾ കണ്ടല്ലോ തിക്നെസ്സും കൂടുതലുണ്ടാവും. ഓക്കെ, അപ്പോൾ എപ്പോഴും കോപ്പർ കോട്ടഡ് റോഡ് മേടിക്കുക. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പർ വയർ, ഓക്കെ, കോപ്പർ കമ്പി എന്നൊക്കെ പറയുന്നതാണിത്. ഇത് നിങ്ങളുടെ ഗേജ് അനുസരിച്ച് മേടിക്കുക. നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ പറഞ്ഞു തരും കറക്റ്റ് ഗേജ് നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നോർമലി ഒരു വീടിനൊക്കെ അടിക്കുന്ന 10 ആണ് ഗേജ് വരുന്നത്. ഓക്കെ, അതും ഞാൻ പറഞ്ഞു. ഗേജിൻ്റെ നമ്മുടെ നമ്പർ കുറയണ അനുസരിച്ച് നമ്മുടെ ഈ കോപ്പറിൻ്റെ പൈപ്പിൻ്റെ കോപ്പർ വയറിൻ്റെ ഇത് ഇൻക്രീസ് ആവും. ഓക്കെ, ഡെപ്ത് ഇൻക്രീസ് ആവും. അതായത് ഇതിപ്പോൾ 12 gauge ആണ്. 10 gauge എന്ന് പറയുമ്പോൾ ഇതിനും തിക്നെസ് ഉണ്ടാവും നമ്മുടെ കോപ്പറിന്. ഓക്കെ, 14 gauge എന്ന് പറയുമ്പോൾ ഈ 12നേക്കാളും കുറച്ചും കൂടി തിക്നെസ് കുറയും. അങ്ങനെയാണ് അതിൻ്റെ റേഷ്യോസ് വരുന്നത്. ഇനി ഇത് നമുക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് 1:1 റേഷ്യോയിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതും ഓരോരോ കോമ്പൗണ്ടിനും പല റേഷ്യോസ് ആണ്. അത് നിങ്ങൾ മേടിക്കുന്ന ഷോപ്സിൽ നിന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ ചെയ്തോളും കറക്റ്റായിട്ട്. ഇത് നമ്മൾ 1:1, അതായത് ഒരു സെക്ഷൻ കോമ്പൗണ്ട് ഇടുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ മീതെ മഡ് തന്നെയാണ് ഇടുന്നത്. പിന്നെ ഒരു സെക്ഷൻ കോമ്പൗണ്ട്, പിന്നെ മഡ്, അങ്ങനെയാണ് നമ്മൾ ലെയർ ടോപ്പപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി നമ്മളിത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം. ഓക്കെ, റോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഞാനൊരു 1.5-2 feetൻ്റെ എർത്ത് പിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കുഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വാട്ടർ ലെവൽ ഇത്തിരി ഹൈ ആയത് കാരണം, റെയിനി സീസൺ ആയത് കാരണം വെള്ളം കണ്ടു. ഓക്കെ, നമ്മളിതൊരു ചെറിയ പിറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്ക് നോർമൽ DB ബോക്സിനൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 2 feet 3 feet എങ്കിലും സ്ക്വയർ ആയിട്ട് നമുക്ക് കുഴിക്കേണ്ടി വരും എർത്ത് പിറ്റിന് വേണ്ടിയിട്ട്. അതേപോലെ 4 feetൻ്റെ നമുക്ക് എർത്ത് റോഡും ഉണ്ടാവും. ഇനി ജസ്റ്റ് 2 feetൻ്റെ എർത്ത് റോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് വെള്ളമൊക്കെ ഉള്ള കാരണം നമ്മൾ ആ എർത്ത് റോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടോപ്പിൽ ഇത്തിരി പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് ഇറങ്ങി പോക്കോളും ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നട്ട് ഉള്ള ഏരിയ നമ്മുടെ ടോപ്പിൽ വരണം. നട്ടുള്ള ഏരിയയിലേക്കാണ് നമ്മൾ കോപ്പർ വയർ കൊടുക്കുക. ഓക്കെ, കണക്ഷന് വേണ്ടിയിട്ട്, എർത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് എത്രത്തോളം ഇറക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം ഇറക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എർത്ത് റോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി
പോയിന്റ് വന്നേക്കണം. ഇതാണ് നമ്മുടെ എർത്ത് നമ്മളിപ്പോൾ വയർ ചെയ്തേക്കുന്നത്. അത് നമ്മുടെ എർത്ത് സോക്കറ്റിൻ്റെ എർത്തിലേക്ക് കൊടുത്തേക്കാണ്. ഇവിടെ ഒരു എർത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എർത്ത് അടിച്ചേക്കുന്നത്. നമ്മുടെ DB ബോക്സിന് വന്നേക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റും 2 യെല്ലോ കളർ വയറേ ഉള്ളൂ. ഒരെണ്ണം ഫേസും ഒരെണ്ണം ന്യൂട്രും ആണ് വരുന്നത്. ഒരെണ്ണം ഫേസ് നമ്മൾ സ്വിച്ചിലേക്കും ന്യൂട്രൽ നമ്മൾ സോക്കറ്റിലേക്കും വയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എർത്ത് വരുന്നേക്കുന്ന റെഡ് വയറാണ്. അത് നമ്മുടെ മറ്റേ കോപ്പറായിട്ട് ലിങ്ക് ചെയ്ത് കൊടുത്തേക്കാണ്. നമ്മൾ പൈപ്പ് വഴി നമ്മുടെ എർത്ത് അടിച്ചതിന് ശേഷം കോപ്പർ വഴിയാണ് ഇതിലേക്ക് പോയേക്കുന്നത്. ഓക്കെ, ആ സെയിം കോപ്പർ വഴി നമ്മളൊരു ജോയിൻ്റ് അടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് വയർ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. കാരണം 2 മീറ്റർ ഉണ്ടായിരുന്നു നമ്മൾ മേടിച്ചിരിക്കുന്ന കോപ്പർ. എന്നിട്ടാണ് നമ്മൾ സോക്കറ്റിലേക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ എർത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എർത്ത് അടിക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ സോക്കറ്റിലേക്ക് വേണ്ടി മാത്രം കൊടുത്തേക്കുന്ന എർത്താണ്. ഓക്കെ, നമ്മുടെ നോർമൽ എർത്തിങ് കൊടുക്കുന്നതും ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.